Good afternoon, all of you. So, I think all of you are ready for this session. So, today we moving on to the next part, that is longitude. So, before starting today's lesson, just remind once more, what do you mean by latitude? So, you know that what is latitude? Latitudes are the horizontal line. Okay, you can see that in the picture. Okay, horizontal lines or the circular lines. Okay, so we know that latitudes are never ever intersect. So the latitudes which or the length of the latitudes which decreases, which are far from the center. Okay, so which one is the longest latitude? That is equator, 0 degree latitude, that is also known as equator. Okay, then and also we discussed about the north and south pole. Pole means the 90-degree latitude on the north part, that is north pole, and south pole means the 90-degree south latitudes, that is south pole. Okay, I think all of you clear all this concept. So next one, axis. What do you mean by axis? തണ്ട് ഓർ അച്ചുതണ്ട്. ആക്സിസ് മീൻസ് അച്ചുതണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മളുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഭൂമി ഒരു ഇമാജിനറി ആക്സിസ്, ഒരു സാങ്കല്പിക തണ്ടിൻ്റെ മുകളിൽ നിന്നാണ് കറങ്ങുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. നമ്മൾക്കറിയാം, നമ്മൾ ഗ്ലോബ് അല്ലേ, നിങ്ങൾ ഗ്ലോബ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലോബൊക്കെ എന്താണ്? ഗ്ലോബിൻ്റെ നടുവിലൂടെ ഒരു സ്റ്റിക്ക് പോലൊരു സാധനം കാണാം. അപ്പോൾ അതിലിരുന്നിട്ടാണ് ഗ്ലോബിനൊക്കെ നമ്മളിങ്ങനെ കറക്കുന്നത്. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്സിസ് മീൻസ് ദ ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ. ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദി പോൾസ്. അപ്പോൾ രണ്ട് പോൾസിലൂടെയും, നോർത്ത് പോളിലൂടെയും സൗത്ത് പോളിലൂടെയും പാസ് ചെയ്യുന്ന, ഭൂമിയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി സ്റ്റിക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ആക്സിസ്. യു ക്യാൻ സീ ദാറ്റ് ആക്സിസ് കണ്ടോ, നോർത്ത് പോളിലൂടെയും സൗത്ത് പോളിലൂടെയും നടുവിലൂടെ ഒരു തണ്ട് പോലൊരു സാധനം പാസ് ചെയ്യുന്നില്ലേ, അതിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുക. ഓക്കെ, സോ ദർ ഈസ് എ സ്ട്രെയിറ്റ് പോൾ പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ഓക്കെ, എർത്തിൻ്റെ സെൻറ്ററിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു പോള് പാസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇമാജിനറി ലൈൻ ഈസ് നോൺ ആസ് ആക്സിസ്. സോ ദിസ് കൈൻഡ്സ് ഓഫ് ഇമാജിനറി ലൈൻ, this imaginary line is known as axis. Okay, so the earth rotate on this tilt axis or ഓക്കെ. അപ്പോൾ എർത്ത് ഈ ഒരു അച്ചുതണ്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് കറങ്ങുന്നത് എന്നാണ് നമ്മളുടെ മീൻസ് സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ എർത്തുമായിട്ടുള്ള സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ഇക്വേറ്റർ അല്ലേ, ഈ ആക്സിസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, അല്ലാതെ ആക്ച്വലി ഭൂമിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. സോ ഓൾ ദീസ് ആർ ഇമാജിനറി കൺസെപ്റ്റ്സ്. Okay, so axis is also an imaginary straight line which passes through the center of the earth, which connecting the north and south pole. Okay, clear. Then next one, longitude. Okay, next one, longitude, the just opposite of the latitude. You can see that there are a lot of lines which passes through this globe or the this picture. So all the lines longitude converge at the both the poles. We know that അല്ലേ. എല്ലാ ലോങ്ങിറ്റ്യൂഡും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് പോൾസിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? സൗത്ത് പോളിലാണ്. അപ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ലാറ്റിറ്റ്യൂഡിന് അങ്ങനെ ഒരു പോയിൻറ്റ്സ് ഒന്നുമില്ല, അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. പക്ഷേ ലോങ്ങിറ്റ്യൂഡ് എന്താണ്? നോർത്ത് പോളും സൗത്ത് പോളിലും അല്ലേ, നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ സൗത്ത് പോളിൽ അത് എൻഡ് ചെയ്യുന്നു. അതെല്ലാം കൂടെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂടിച്ചേരുന്നുണ്ട്. ദർ ആർ ടോട്ടൽ നമ്പർ ഓഫ് ലോങ്ങിറ്റ്യൂഡ്, ദാറ്റ് ഈസ് 360.
ടോട്ടൽ നമ്പർ ഓഫ് ലോങ്ങിറ്റ്യൂഡ് ദാറ്റ് ഈസ് 360. 360 ലോങ്ങിറ്റ്യൂഡ്സ് ആണുള്ളത്. അപ്പോൾ ഈ 360 ലോങ്ങിറ്റ്യൂഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലും കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, സോ you can see that here you can see that all the longitudes which are intersects in the north pole, right? All the longitudes which intersects in the north pole. Okay, you can see from this picture. Okay, and also it intersect in the south poles also. Okay, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ലോങ്ങിറ്റ്യൂഡ്സും നോർത്ത് പോളിലും സൗത്ത് പോളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, so longitudes are vertical lines. We already said that latitudes are horizontal lines, the just opposite of latitudes. Longitudes are the vertical lines on the globe by connecting the north and south pole. Okay, we connecting the north and these are imaginary lines. Okay, imaginary vertical lines which are connecting the north and south pole. And longitudes are the angular distances east and west of the standard meridian. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്താണെന്ന് നമ്മൾ അടുത്തത് പറയാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വെർട്ടിക്കലി പാസ് ചെയ്തു പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദി ലോങ്ങിറ്റ്യൂഡ്സ് വിച്ച് ആർ ഇൻ്റർസെക്ട്സ് അറ്റ് ദി നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, ദീസ് ആർ ഓൾസോ ദി ഇമാജിനറി ലൈൻസ്. ഓക്കെ, ക്ലിയർ? Then what do you mean by standard meridian? We already studied about equator. We know that equator is the longest latitude. Equator is the longest latitude. But in case of longitude, the length of all the longitudes are same. Why? എന്തുകൊണ്ടാണ്? ലോങ്ങിറ്റ്യൂഡ്സിൻ്റെ ഒക്കെ നീളം എന്തായിരിക്കും, സെയിം ആണ്. കാരണം അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്നു. അല്ലേ, ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഒരു ഉരുണ്ട ഷേപ്പാണ്, ജിയോയിഡാണ് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചുറ്റും വരയ്ക്കുന്നത്, നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്നത് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ലെങ്ത്ത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. മറ്റേത് പിന്നെ ലാറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് എന്താണ്, നടുവിലൂടെ വരയ്ക്കുന്ന രേഖ അല്ലെങ്കിൽ ആ ലൈനാണ് ഏറ്റവും വലുത്. കാരണം എന്താ, നടുഭാഗമാണ് കുറച്ചിങ്ങനെ വീർത്ത് നിൽക്കുന്നത്. മുകളിലേക്ക് പോകുന്തോറും എന്താ, അവിടെ കുറച്ച് ഫ്ലാറ്റാണ് അല്ലേ, ചുങ്ങിയൊരു മോഡലാണ്. അപ്പോൾ അവിടെ വരയ്ക്കുന്ന ലൈൻസ് എന്താണ്, വളരെ റൗണ്ട് കുറവാണ്, ലെങ്ത്ത് കുറവാണ്. Okay, but in case of longitude, all the lines are same length. All the lines are same length. But the longitude which passes the center of the globe, the longitude which passes the center of the globe or earth is known as standard meridian. or the 0° longitude is known as standard meridian. നമ്മൾ ലാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, നടുവിലൂടെ പാസ് ചെയ്യുന്ന 0° ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് വിളിക്കും. ഇവിടെ എന്താണ്, പിന്നെ ലോങ്ങിറ്റ്യൂഡ്സിൽ ഭൂമിയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഓർ 0°. സെൻറ്റർ എന്ന് നമുക്ക് കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഏതും നമുക്ക് സെൻറ്ററിലൂടെ പാസ് ചെയ്യിക്കാം അല്ലേ. സോ 0° ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ, ഇവിടെയും ലോങ്ങിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 0° ലോങ്ങിറ്റ്യൂഡ് ഇതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 0° ലോങ്ങിറ്റ്യൂഡിനെയാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ 0° ലോങ്ങിറ്റ്യൂഡ് വിച്ച് പാസസ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്, ദാറ്റ് ഈസ് നോൺ ആസ് ദി standard meridian. You can see that a bold marked line which passes through the center of the line, that is 0°. അപ്പോൾ എന്താണ്, ഈ ഒരു ലോങ്ങിറ്റ്യൂഡ് 0° ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഓക്കെ, സ്റ്റാൻഡേർഡ്
meridian. The 0 degree longitude is also known as standard meridian. Then also you can see that the western hemisphere and the eastern hemisphere. Okay, the left part of the standard meridian, that is western hemisphere, and the right part of the standard meridian, which is known as eastern hemisphere. Okay, northern hemisphere and southern hemisphere. Do you remember northern hemisphere and southern hemisphere? Right, the upper part of the equator is known as northern hemisphere, right? Then the bottom part of the equator is known as southern hemisphere. അതേപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഹെമിസ്ഫിയർ വരുന്നുണ്ട്. ഓക്കെ, ദി ലെഫ്റ്റ് സൈഡ് ഓർ ദി ലെഫ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് നോൺ ആസ് വെസ്റ്റ്, അല്ലേ? അത് വെസ്റ്റ് ഭാഗമാണ് ഭൂമിയുടെ, പടിഞ്ഞാറ് ഭാഗം. അതുകൊണ്ട് അതിനെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ അതിൻ്റെ വലതുഭാഗം ഏതാ? ഭൂമിയുടെ വലതുഭാഗം നമുക്കറിയാം ഈസ്റ്റ്, കിഴക്ക് ഭാഗമാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ലോങ്ങിറ്റ്യൂഡ് ആൻഡ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് മെറിഡിയൻ മീൻസ് ദ 0 degree longitude is known as standard meridian. 0 degree latitude is known as equator. Otherwise the 0 degree longitude is known as standard meridian. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, പേരുകളിൽ വ്യത്യാസം വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, ഈ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറിപ്പോവരുത്. അപ്പോൾ പേരുകൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു എർത്തിൻ്റെ ഈ ഒരു പിക്ചർ മനസ്സിൽ എപ്പോഴും നമ്മളൊന്ന് അവിടെ പോസ്റ്റ് ചെയ്തിടുക. അപ്പോൾ എന്താണ്, നമുക്കത് ഒരിക്കലും മറന്നു പോകില്ല. ഈ ഒരു പിക്ചറും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന പിക്ചറില്ലേ, ലാറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പിക്ചറും മറ്റേ പിക്ചറും നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഫീൽഡ് ചെയ്തിടുക. അപ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്യില്ല, മറന്നു പോകില്ല. മറ്റേതിങ്ങനെ കാണാതെ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഈ ഒരു സമയത്ത് നമുക്ക് എന്താ, ഇങ്ങനെ നമ്മളുടെ മൈൻഡിൽ അതിൻ്റെ പിക്ചറൈസേഷൻ കൊണ്ടുവന്നാൽ, ലൈൻസൊക്കെ കറക്റ്റായിട്ട് മൈൻഡിൽ ഇങ്ങനെ പിക്ചറൈസേഷൻ കൊണ്ടുവന്നാൽ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കില്ല, നമുക്ക് മാറിപ്പോവില്ല. ഈ പിക്ചറായിരിക്കും നമ്മളുടെ മൈൻഡിൽ ഓടി വരിക. ഓക്കെ, സോ latitudes and longitudes. Okay, then here a homework for you. You can see that this is a homework from your textbook. Okay, this is a homework from your textbook. So here you can see that the map of India, and also give the latitude and longitude terms also. ലാറ്റിറ്റ്യൂഡിൻ്റെയും അവിടെ ഒരു ഇന്ത്യയുടെ മാപ്പ് ഉണ്ട്, അതിൽ ഉണ്ടോ ലാറ്റിറ്റ്യൂഡും കൊടുത്തിട്ടുണ്ട് ലോങ്ങിറ്റ്യൂഡും കൊടുത്തിട്ടുണ്ട്, അല്ലേ? 38 degree north latitude and 8 degree north latitude. Then 68 degree east longitude and 98 degree east longitude. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയുടെ പൊസിഷൻ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ ഒരു ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് മെഷർമെൻറ്റ് വെച്ചിട്ട് ഇന്ത്യ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിൻ്റെയും ലോങ്ങിറ്റ്യൂഡിൻ്റെയും ഇടയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിലൊന്ന് പോസ്റ്റ് ചെയ്യുക. ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ പൊസിഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, so then if you have any doubts relating to longitudes or latitudes or your homeworks, please contact me. Okay, then all of you, thank you.